ടെസ്റ്റ് ഡയറക്ടറും പിന്നെ രണ്ടാമത് എൻ്റെ കൂടെ വർക്ക് ചെയ്യിക്കാറില്ല. അങ്ങനെ ഒരു ടീമായിട്ടൊന്നും വെക്കാറില്ല. അതുകൊണ്ട് എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സഞ്ജുവിൻ്റെ ആദ്യ സിനിമയാണ്. അപ്പോൾ സഞ്ജു എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വേണം ഒരു പടത്തിൽ ചെറിയ വേഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2012 ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചെന്ന് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടറിയണമെങ്കിൽ പടം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഈ പടം ഹിറ്റായാലും എല്ലാ ക്രെഡിറ്റും അവൻ പാടം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ പ്രശ്നമാവുന്നതിന്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സഞ്ജു. കാരണം സഞ്ജു എൻ്റെ പടത്തിൽ വരുമ്പോൾ ഓം ശാന്തി ദിവസനിൽ ആദ്യം ക്ലാപ്പ് ചെയ്തിരുന്നത് വേറൊരാളായിരുന്നു. അപ്പോൾ ഒരു മടിയനായിരുന്നു പുള്ളി. എനിക്ക് കാലിന് നീരാണെന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ മുങ്ങി പടം തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുങ്ങി. അപ്പോൾ അങ്ങനെയാണ് വേറൊരാൾ പറഞ്ഞിട്ടാണ് സഞ്ജു വരുന്ന പടത്തിൽ. പക്ഷെ സഞ്ജു വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്നൊരു ആളാണ്. സിനിമയോടൊക്കെ വളരെ പാഷനുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ സഞ്ജു ഉടനെ തന്നെ സിനിമ ചെയ്യുമെന്ന് എനിക്കറിയാവുന്ന കാരണം എല്ലാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ADസിൻ്റെ അടുത്ത് ഞാൻ പറയാറുള്ള ഒരു കാര്യമുള്ളൂ, 3 സിനിമയ്ക്കുള്ള അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് അതിന് മുമ്പ് പടം ചെയ്തോളാം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ കറക്റ്റായിട്ട് 3 സിനിമ കഴിയുമ്പോൾ നിർത്തി. അവൻ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ നിർത്തുകയാണ്, എൻ്റെ 3 പടമായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഞാൻ ചെയ്തു. എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിൻ്റെയും പ്രൊഡ്യൂസർ. അത് ഭയങ്കര സന്തോഷമുള്ള ആലുഞ്ഞേട്ട് ചേച്ചിയുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതൊരു നമ്മുടെ സ്വന്തം ആളുകൾ എന്ന് പറയാവുന്ന ഒരു പിന്നെ മാത്യു ബേസിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് സിനിമയിൽ. അപ്പോൾ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. ബാക്കി നമുക്ക് വലിയ സംസാരിക്കാം.